ആഹാ, നീ ചായ ഇട്ടോ? ആ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയില്ലേ? വരുമ്പോ ഒരു ഗ്ലാസ് ചായെങ്കിലും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ കുറ്റം പറയാൻ ഓരോ കാര്യങ്ങൾ നോക്കി നടക്കുവാണ് ആൾക്കാർ. അയ്യോ, എന്തെങ്കിലും കിട്ടാനിരിക്കും അവരോരോന്ന് പറയാനായിട്ട്. അതെ, ഒരു ചടങ്ങ് നടക്കുന്ന വീടല്ലേ, ഇതുപോലുള്ള കുറെ ഗ്ലാസ് വാങ്ങി വെച്ചൂടെ? നീയും കൂടി ഇനി എന്നെ കുറ്റം പറ. ഞാൻ കുറ്റം പറഞ്ഞതല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്. അതിന് അങ്ങനെ എന്റെ കയ്യിൽ വല്ല പൈസയും തരണ്ടേ എന്തേലും വാങ്ങാന്? ഒരു കാര്യം ചെയ്, ഇവിടെ പേപ്പർ കപ്പ് ഇരിപ്പുണ്ട്, അതെടുത്ത് കൊടുക്കും. അല്ലേ എന്തിനാ, നീ ഒരു കാര്യം ചെയ്, നിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് കപ്പെടുക്ക്. കപ്പ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചടങ്ങ് കഴിയുമ്പോ എനിക്ക് എല്ലാം തിരിച്ചു തരണം. അതിന് എന്തെങ്കിലും നിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു തരാ നിന്നിട്ടുണ്ടോ? പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് ലച്ചു വരുന്നതാണ്. അവള് ഒളിച്ചോടി പോയ കാര്യം നമുക്കേ അറിയത്തുള്ളൂ. നീ എല്ലായിടത്തും വിളമ്പാൻ നിൽക്കല്ലേ. നമുക്കപ്പുറത്തുനിന്ന് കപ്പെടുക്കാം, അവിടെ പൊതിഞ്ഞു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. രണ്ട് വീടും ഒന്ന് തന്നെയല്ലേ. ഞാൻ അപ്പുറത്തുനിന്ന് പോയി കപ്പെടുത്തിട്ട് വരാം. അപ്പോഴേ മോക്ക് ഇപ്പഴാ ബുദ്ധി ഉദിച്ചത്. പോയിട്ട് വാ. ഞാൻ ഈ ചായ അവിടെ നിൽക്കുന്നത് കൊടുക്കാം. കൊടുത്തിട്ട് ഓ, അവിടെ പറച്ചില് കേട്ടാത്തൊന്നും അവിടുന്ന് പാത്രം കൊണ്ടുവന്നാ തിരിച്ചു കൊടുക്കത്തില്ലെന്ന്. കഴിഞ്ഞ മാസം മരിച്ചിനി കൊണ്ടുപോയ പാത്രം ഇതുവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അവിടെ ഒരു പറച്ചില്. ദേ കിടന്ന് ഉറങ്ങുന്ന നോക്ക്. മാളു, മാളു, അങ്ങോട്ട് എഴുന്നേറ്റേ. കുറച്ചുകൂടെ കഴിയട്ടെ. എഴുന്നേൽക്ക അങ്ങോട്ട്. സമയം എത്രയെന്ന് കണ്ടോ? ദേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. അങ്ങോട്ട് എഴുന്നേറ്റൊന്ന്. ആൾക്കാരൊക്കെ എന്തിനാ ഇപ്പഴേ വരുന്നേ? സമയമാകുമ്പോ അവർക്ക് വന്നാ പോരെ. അത് അവരോട് പോയി പറ. നീ അങ്ങോട്ട് എഴുന്നേക്ക്. എണീച്ച് ചായ കുടിച്ചേ. എന്തൊരു കഷ്ടമായത്, ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഈ ആൾക്കാരൊക്കെ എന്തിനാ നിങ്ങൾ വിളിക്കാൻ പോയത്? ഞാനാണോ വിളിച്ചത്? നിന്റെ അച്ഛനല്ലേ നാട് മൊത്തം പോയി വിളിച്ചത്? ഈ ആൾക്കാർ കൊണ്ടുവരുന്ന പൈസ എടുത്തേ എന്റെ കല്യാണം കഴിപ്പിക്കാനാണ് അച്ഛനും അമ്മയും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ അവരാരും 10 പൈസ തരുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. പിന്നെ അവര് വന്നിട്ട് ആഹാരം കഴിച്ചു, ബാക്കി കുറ്റമുണ്ട് അവരവരുടെ പാട്ടിന് പോകും. ഇതൊന്നും നീ എന്റെ അടുത്ത് പറയണ്ട. ഇതെല്ലാം പോയി നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അച്ഛൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ അമ്മ പോയി പറഞ്ഞിട്ടില്ലേ ഇതുപോലുള്ള ഓരോ മണ്ടത്തരങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത്? അങ്ങോട്ട് എഴുന്നേറ്റ്. എന്നാ ചായ കുടിച്ചിട്ട് പോയി കുളിക്ക്. തള്ളയ്ക്ക് എന്തെങ്കിലും എന്റെ അടുത്ത് വല്ലാത്തൊരു സ്നേഹം. അത് കല്യാണം കഴിച്ചു വിട്ടാലേ ഇതുപോലെ കൊണ്ടു തരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒഴിപ്പിച്ച് വിടുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും കൊണ്ട് തന്നതല്ലേ. ബാധ്യത അങ്ങ് പോവുമല്ലോ. തോന്നിയ ദിവസം പറയാതെ പോയി എഴുന്നേറ്റ് കുളിച്ചേ. കുളിക്കാനോ? എനിക്ക് വയ്യ കുളിക്കാനൊന്നും. എനിക്ക് ഭയങ്കര ജലദോഷം. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കല്ലേ. അല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും നല്ലതല്ലേ പറയുന്നത്. എനിക്ക് വയ്യ, ജലദോഷം പറയല്ലേ. കുളിക്ക്. വല്ല വീട്ടുകാരോണ്ട് വേണ്ടാതിനെ പറയിപ്പിക്കാതെ. കുളിനാറിന് ആൾക്കാർ ചെറുക്കന്റെ വീട്ടുകാർ പറയും. പോയി കുളിച്ചോണ്ട്. ഞാൻ ഈ ജലദോഷം വെച്ച് കുളിച്ചാലേ എനിക്ക് വല്ല പനിയും പിടിച്ച് കിടന്ന ഈ ചൊക്കന്റെ വീട്ടുകാരാണെന്ന് എന്നെ നോക്കുവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുളിക്കത്തില്ല. തോന്നിയ ദിവസം പറയാതെ ഒന്ന് കുളിയടിയൊന്ന്. നല്ലൊരു ദിവസമായിട്ട് ഇത് എന്തോ ഒരു ബഹളമാണ് രണ്ടാളും കൂടി. എന്റെ എല്ലാവരും ഇന്ന് അവക്ക് കുളിക്കാൻ വയ്യാന്ന്. അതാ ജലദോഷമാണെന്ന്. എന്നാ പോയി മേലെ എഴുക, തല എഴുകണ്ട. ലതാമ പറഞ്ഞത് കറക്റ്റ്. കേട്ട് പഠിക്കാൻ അങ്ങോട്ട്. അതെ മോളെ, ലച്ചു വരുമല്ലേ? ലച്ചു വരും, ലച്ചു വരും, ഉറപ്പായിട്ടും വരും. എടി, ഞാനൊരു കാര്യം പറയാം. അവള് വരുമ്പോ ആൾക്കാരെ മുന്നിച്ച് അവളെ ഒന്നും പറയല്ലേ. കപ്പും പാത്രങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. നീ ചെന്നൊന്ന് കുളിച്ച് റെഡിയാവും. ഈ നൈറ്റിയൊക്കെ മാറ്റി ഒന്ന് റെഡിയാവും. ശരി. അപ്പം അയ്യോ, പിന്നെ ഞാൻ ഇന്ന് ചുവന്ന സാരി ഉടുക്കുന്നത്. നീ ഇന്ന് ചുവന്ന സാരി ഉടുക്കല്ലേ? പറഞ്ഞ ഏതായാലും നന്നായി. ഞാൻ ചോപ്പ് എടുത്ത് വെച്ചേക്കുവായിരുന്നു, വേറെ കൊടുക്കാം. ഓക്കെ. ഓ, ഇവിളേക്കാ കെട്ടിച്ച് വിട്ടാലേ. ഓക്ക് ബെഡ്ഷീറ്റ് അത്രയും ചുരുട്ടി കൂട്ടിയിട്ടേക്കുന്നത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇപ്പോഴെങ്ങനെ ശരിയാവോ ബോബ്സേ? അതാണ് ഞാൻ നോക്കുന്നത്. ഇങ്ങനെ നോക്കി നിക്കാൻ തോന്നിട്ട് എത്ര നേരമായി പപ്പ? ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കണാണ്. ഈ വണ്ടിയും കൊണ്ട് വീടിന്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങി വില കിട്ടുന്നതാണോ? പിന്നല്ലാതെ. നീ ഈ കാറിൽ വന്ന് വീട്ടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങുമ്പോ നാട്ടുകാരെല്ലാം കാണും. അപ്പൊ നാട്ടുകാരെന്ത് പറയും? എന്ത് പറയും? ഇവിടെ നിന്ന് ഒളിച്ചോടി പോയ ലച്ചു കാറിലാണ് ഇപ്പൊ വന്ന് ഇറക്കിയിരിക്കുന്നത് പറയും. അപ്പൊ നിനക്ക് വില കിട്ടൂലേ? നിന്റെ വീട്ടുകാർക്ക് വില കിട്ടൂലേ? ഇതൊക്കെ മനസ്സിലാക്കണം. വിലയൊക്കെ കിട്ടും, പക്ഷെ അതിന് ഇത് സ്റ്റാർട്ടാക്കി അവിടെ വരെ എത്തിക്കണ്ടേ? ഇത് ആരുടെ വണ്ടി ബോബ്സേ? ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അവര് ഇതിൽ ഡെയിലി കറങ്ങാൻ പോണാണ്. പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അവര് ഡെയിലി കറങ്ങാൻ പോണേ പിന്നെ ഇപ്പൊ സ്റ്റാർട്ട് ആയാലും എന്താ? അതാണ് മനസ്സിലാവാത്ത. പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്ന? പിന്നെ 1000 രൂപയ്ക്ക് അടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ 600 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. അതൊന്നും അല്ല. പിന്നെന്താ സ്റ്റാർട്ട് ആവാത്ത? എനിക്ക് തോന്നുന്നത്
ചൂടാവാത്തോണ്ടായിരിക്കും. എഞ്ചിൻ ചൂടായില്ലെങ്കിൽ ചില വണ്ടികൾക്ക് ഇങ്ങനെ പറ്റും. ആഹാ അത്ര ഉള്ള വാ ഇങ്ങോട്ട് കുറച്ച് ചപ്പൊക്കെ പറക്കിക്കൊണ്ടുവരാം. എന്തിന്? കൂട്ടിയിട്ടങ്ങ് കത്തിക്കാം. അയ്യോ അപ്പൊ നല്ല ബുദ്ധി. എന്നിട്ടാണ് വണ്ടി മൊത്തം കത്തി പോവാൻ. ഇപ്പൊ എനിക്കങ്ങനെ അറിയാനോ, അതുകൊണ്ട് ചോദിച്ചല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒന്ന് കൈവേ, ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ കൈവയ്ക്കല്ല, പുറകിൽ പോയി തള്ളാൻ. ആ തള്ള അവള് ബെസ്റ്റാ. അങ്ങനെയാണ് ഇവിടെ സൈഡിൽ നിർത്തിയത്, വണ്ടി പറക്കും. നീ പൊടി. ലച്ചു, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കല്ലേ. നിനക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണോ? ആ സദ്യ കഴിക്കാനുള്ളതാ. ആ പോയി തള്ളു. ഇവളിതിനെ പിന്നെ ഇങ്ങനെ കച്ചറൂടാൻ നിക്കണം അല്ലേ? പക്ഷേ കഷ്ടമുണ്ട്. അവിടെ പോയി തള്ളി. നീ പൊടി. എനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ. എന്റെ നാടായി പോയി. അത് കേറട്ടെ. ഒന്ന് ഞെക്ക്. സാധനാണ്. എനിക്ക് നാട്ടിലെത്തിയപ്പോ കുറച്ച് അഹങ്കാരം കൂടിയുണ്ട് കേട്ടാ. ശരിയാ? അതെങ്ങനെ? അതിന് അടി കൂടല്ലേ, അതിന് അടി കൂടല്ലേ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ട് ആവുമെന്ന്. ഇനി എവിടെ നിർത്തണ്ട? വേം വിട്ടോ. ഓക്കെ. നീ ആ തുടച്ചുകൊണ്ട് വയ്ക്കാതെ പോയി മേശ എടുത്തോണ്ട് വാടാ. പെട്ടെന്ന് എടുത്തോണ്ട് ഇടോ നീ. എനിക്ക് വെയിറ്റ് നടത്തൂടാ, ഞാൻ മരുന്ന് കുടിച്ചോണ്ടിരിക്കും. എന്നാ നീ തൊടേ നീ എടത് തോട്ടെ ചായ. മോൻ എവിടെയൊന്നും ഇല്ലത്. അവൻ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലേ. രാവിലെ ആരോ വന്ന് വിളിച്ച് പുറത്തോട്ട് പോയിരിക്കുവാണ്. ഇപ്പൊ വരും. ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോ അവൻ ഞാൻ മാറിയിരിക്കുന്ന ശരിയുള്ള സംഭവമാണ് ഇത്. ചേട്ടാ മനഃപൂർവ്വം മാറിയിരിക്കുന്നല്ല. ചെക്കൻ കൂട്ടരെത്തുന്നതിന് മുന്നേ ഇങ്ങെത്തൂലേ? ഇതിൽ മധുരം ഇട്ടില്ലേ മാമി? ഉള്ള മധുരം എല്ലാം ഇപ്പോഴേ അങ്ങ് ഇട്ട് തന്നാ വൈകുന്നേരം ആൾക്കാർ വരുമ്പോ ചായയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ? ഇതിൽ അത്യാവശ്യത്തിന് ഇടണ്ടേ? എന്നൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീങ്ങി താ. അല്ല പിന്നെ ആ കസേര എടുത്ത് അപ്പുറത്തിടാ. കണ്ടറാക്കി വിട്ടാ വാങ്ങി. അതങ്ങ് തുടച്ചു മാറ്റിക്കാണ്. അതെടുത്തു. നീ ഇരുന്ന് ഉടക്കുന്നതിന് നിന്ന് ഉടക്കൂല അങ്ങോട്ട്. തുറച്ചാ പോരെ. കാര്യങ്ങളൊക്കെ സെറ്റ് ആയാ? നീ ഇതെവിടെ പോയിടാ മോവനാ നീ? എനിക്കൊരു ചെറിയ പണി ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു പണി? നമ്മളിവിടെ തന്നെ മുക്കില് തന്നെ. മറ്റേ മധു ഒന്ന് വിളിച്ചിട്ട് ഞാൻ അവന്റെ കൂടെ അങ്ങോട്ട് പോയതാണ്. ഈ മേശയും കസേരയൊക്കെ ആര് പോയെടുത്ത്? പിന്നെ ഞാൻ പോയെടുത്ത്. അവന് നീ പോകാൻ പോയത്? പിന്നെ ഞാൻ എല്ലാം അവനെ വിളിച്ച് ഒരു ആപ്പ പിടിച്ച് പോകാൻ പറഞ്ഞ എല്ലാം ഏപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. എപ്പാ എന്റെ അടുത്ത് മാമ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞില്ലല്ലോ. നിനക്ക് 500 രൂപയും കൂടെ ഞാൻ തന്നില്ലേടാ. ഇവനിപ്പോ ഈടെയായിട്ട് ഭയങ്കര മറവിയാണ്. അഴുക്ക ചെറുക്കൻ, തന്തേക്കാൾ മോശം. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ? ഇനിയിപ്പോ എന്ത് കുഴപ്പമില്ല, കഴിഞ്ഞു. ആഹാ, ചെറുക്കനും കൂട്ടരും വന്നാ? അവര് വരാൻ സമയം ആയില്ലല്ലോ. എടിയായി ലച്ചു വന്നടിയായി. അതെ ഇനി വാ, അവളെ മോള് കാറി വന്നിരിക്കുന്നടിയായി. ശരിയാക്കി മോനെ എന്താ കാണിക്കുന്നേ? നീ എന്താ നീ കാണിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണം? ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവള് പോയതാണ്. പിന്നെ ഇന്നാണ് വീട്ടിൽ കയറുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അമ്മ ഈ തല്ലാണ്ട് മഴക്കുറയാണ്. ഞാൻ പറയണമെന്ന് കേൾക്കോ? എന്താണ് അമ്മ ഞാൻ രക്ഷപ്പെട്ടമ്മ. നീ എവിടെ രക്ഷപ്പെട്ടതാണ് ഈ പറയുന്നത്? ഞാൻ ഇന്ന് വന്നിറങ്ങിയ കാറല്ലേ, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാ. പറഞ്ഞു കൊടുക്കും. അതെ അതെ, എല്ലാം പെട്ടെന്നായിരുന്നു. ലച്ചുവിന് പെട്ടെന്നൊരു ജോലി കിട്ടി. അപ്പൊ ഓടിപ്പോയി പെട്ടെന്നൊരു കാർ മാറ്റി. അതെ അമ്മക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന സമ്മാനല്ലേ, അതിട്ട് എടുത്തു കൊടുക്ക്.
ഇതാർക്കാ? ഇതെന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ശമ്പളത്തിൽ നിന്ന് വാങ്ങിച്ചു തരാം. ഇഷ്ടപ്പെട്ടാ? എന്റെ മോൾ ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടും ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മായമ്മേ, എന്റെ മോള് രക്ഷപ്പെടും, എന്റെ മോൾ രക്ഷപ്പെട്ടു വരുമെന്ന്. മക്കള് വാ. ഇതൊക്കെ ആരാ? ഇത് പപ്പ, ഇത് പപ്പ അപ്പു. വരൂ വരൂ, എല്ലാവരും വരൂ. എല്ലാവരും വരൂ. അടി കൊള്ളായിരുന്നു കേട്ടോ. വാ പപ്പ. വാ, മനസ്സിലാക്കല്ലേ? വരൂ വരൂ, എല്ലാവരും വരൂ. ചക്കൂര് കാണാം. ഹലോ മാളു, ഹൗ ആർ യു? അതെ, ആ ലക്ഷ്യം എങ്ങനെ ഇത്രയും പണക്കാരിയായത്? നമ്മുടെ മോളും അവളും കൂടെ അല്ലേ ഒളിച്ചോടിയത്? എടീ, ഇത് നമ്മളുടെ മോളുടെ നിശ്ചയമാണ്. നീ ആദ്യം നീ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്ക്. ആ പോപ്പിൻസ് എങ്ങനെയാണ് ഇവിടെ വന്ന്? ഞാൻ വിളിച്ചിട്ട് ശരിയാക്കി തരാം, ചടങ്ങൊന്ന് കഴിയട്ടെ. എന്തിനാ മോളെ ഇത്ര വിലയുള്ള മാലയൊക്കെ വാങ്ങിച്ചത്? എനിക്ക് എന്റെ അമ്മയല്ലേ ഉള്ളു എന്തിനു വാങ്ങിച്ചിരുന്നെങ്കിൽ. ഇത് എത്ര പവൻ വരും? ഏതാണ്ടൊരു 2 പവനൊക്കെ വരുമായിരിക്കും. മകൾ അച്ഛന് മാത്രം ഒന്നും മാറ്റോണ്ട് വന്നില്ലല്ലോ. അത് പിന്നെ അമ്മയ്ക്ക് വാങ്ങിച്ചതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. എന്തുവാ? അടുത്ത പ്രാവശ്യം ശമ്പളം കിട്ടുമ്പം വാങ്ങിച്ചു തരും, വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. വാങ്ങിച്ചാരാ അച്ഛാ. നീ വന്നേ, നമുക്ക് പിള്ളേർക്ക് എന്തെങ്കിലും ചോദിക്കാം. ഓ, എടി എന്താ ഇതൊക്കെ? അപ്പന്റെ പ്ലാനാ. അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അമ്മയെ കയ്യിലെടുക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നല്ല ബെസ്റ്റ് പ്ലാൻ. അതൊക്കെ പോട്ടെ, എനിക്ക് നിന്റെ അടുത്ത് മുഖ്യമായ ഒരു കാര്യം പറയാനുണ്ട്. എന്താ പപ്പ? അതൊക്കെ പറയാം.